وإن كنتم في ريب مما نزلنا على عبدنا നമ്മുടെ ദാസന്റെ കൈവശം നാം ഇറക്കിയതായ പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ സംശയാലുക്കളാണ് എങ്കിൽ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഇതിന് തത്തുല്യമായ ഇതിന് പകരമായ ഒരു സൂക്തത്തെ നിങ്ങൾ കൊണ്ടുവരണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചതായി പരിശുദ്ധ ഖുർആൻ. അലാ അബ്ദിന, ആരുടെ കൈവശമാണ് നാം ഈ ഖുർആനിനെ ഇറക്കിയത്? നമ്മുടെ ദാസന്റെ കൈവശം. ആരാണ് ഈ ദാസൻ? സയ്യിദുനാ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജാ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്ന സർവസ്തുതിയും. അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, അവന്റെ ദാസന്റെ കൈവശം വിശുദ്ധ ഖുർആൻ ഇറക്കിയതായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ദാസന്റെ കൈവശം. ഏതാണ് ഈ ദാസൻ? സയ്യിദുനാ റസൂലുള്ളാഹി. ഇനി ഒളിച്ചുകളിയൊന്നുമില്ല. ഇങ്ങനെ ഒരുപാട് ആയത്തുണ്ട്. അബ്ദ് എന്ന് പറയുന്ന പല വചനങ്ങളുണ്ട്. അബ്ദ് എന്ന് പറഞ്ഞാൽ മുത്തുനബിയാണെന്ന് എങ്ങനെ നിർവചിക്കും? അത് എത്ര ആയത്തിലുണ്ട്? أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى. അറിയില്ലേ? ചരിത്രം അറിയില്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആദരവായ പ്രവാചകന്റെ കഴുത്തിലേക്ക് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ടില്ലയോ? അല്ലാഹുവേ, പടച്ച റബ്ബേ, അബൂജഹലിനെതിരെ ആയത്തിറങ്ങുകയാണ്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ. കാണുന്നില്ലേ, ദർശിക്കുന്നില്ലേ? നമ്മുടെ ദാസന്റെ നമസ്കാരത്തിന് വിഘാതമാക്കുവാൻ, അവന്റെ നമസ്കാരത്തെ തടസ്സം ചെയ്തുകൊണ്ട് അവൻ സുജൂദിൽ കിടക്കുന്ന സമയത്ത് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് കഴുത്തിലിട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ? അബ്ദ് ഇവിടെ ആർക്ക് പ്രയോഗിച്ചു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയോഗിച്ചു. യഥാർത്ഥ അടിമ ഉബൂദിയ്യത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി അങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്. ഒരടിമയായിട്ട് തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ നിലകൊണ്ടു. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളൊക്കെ അടിമകളാണ്. എല്ലാവരും സൃഷ്ടികളാണല്ലോ. എല്ലാവരും സൃഷ്ടികളാണ്. ഖാലിഖ് അല്ലാഹു മാത്രമാണ്.